ഹായ് അസ്സലാമു അലൈക്കും. ധനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇല്ലേ നല്ല കുറച്ച് ദിവസം തിരക്കുണ്ടായി. തിരക്കുന്നില്ലെങ്കിൽ ഓർഡറിൻ്റെ തിരക്കായി, പിന്നെ കുറച്ച് ഫങ്ഷന് അങ്ങനെ ഇങ്ങനെ എന്തല്ലോ, പിന്നെ അവിടെ പൂവലായി, പിന്നെന്തുണ്ടായി പിന്നെന്തായിപ്പാ അതന്നെ ഇങ്ങനത്തെ എന്തെല്ലോ തിരക്കും ഇങ്ങനെ എല്ലാം ഉണ്ടായി. അതാണ് വീഡിയോ ഇടാത്തത്. പിന്നെ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടുകൊണ്ടുണ്ട്. അത് ഏകദേശം ഒരു മിനിറ്റ് 2 മിനിറ്റിനല്ലേ വീഡിയോ അല്ലേ, അത് ഇടാനും കഴിയുന്നു, അപ്ലോഡ് ആക്കാനും കഴിയുന്നു. ഇതെങ്കിലും ഒരു അരമണിക്കൂർ കാമണിക്കൂറെല്ലാം വീഡിയോ എങ്കിലും അതിന് ഞാൻ എഡിറ്റ് ആക്കിയിട്ട് വോയിസ് കൊടുത്തിട്ട് അപ്ലോഡ് ആക്കിയിട്ട് അങ്ങനെ ആക്കുമ്പോൾ ഏകദേശം 2-3 മണിക്കൂർ അങ്ങനെ പോകുന്നു. അപ്പോൾ അത് കുറേ ടൈം പോലെ ആയിട്ടില്ല, നമുക്കൊരു പെനാന്ന് ഇടാൻ. മറ്റേ ചാൽക്ക് ഇൻസ്റ്റയിലെങ്കിലേ ജസ്റ്റ് ഒരു വോയിസ് ആ പാട്ടാൻ പറ്റിയിട്ട് ഇട്ടെങ്കിലേ അത് വേഗം പോയിക്കോളും, വേഗം ഒരു കയറുന്നു ചെയ്യുന്നു. അങ്ങനെ ഇതെല്ലാം കിളിയിൽ പാട്ടെല്ലാം ഇട്ടെങ്കിൽ കോപ്പിറൈറ്റ് വന്ന് പിന്നെ അതിന് വോയിസ് തന്നെ കൊടുത്തിട്ടാണോ. പിന്നെ മൈക്കെല്ലാം വെച്ചിട്ട് ചെയ്യുന്നെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ ഇടാം, നമ്മൾ വോയിസ് അതിൽ ചെല്ലിയാൽ തന്നെ അങ്ങനെ ഇടാൻ കഴിയുന്നത്. ഇതെങ്കിലെല്ലാം കട്ടാക്കിയിട്ട് നമ്മൾ എന്തെല്ലോ ചെറുപറ വിഷം പറയുന്നല്ലേ കിച്ചണിൽ പണിയിലെല്ലാം ഉണ്ടാകുമ്പോഴേക്ക്. അപ്പോൾ ഇതൊരു അതേ ഡയറക്റ്റ് അങ്ങനെ വരുമ്പോൾ ഒരു ഭംഗിയില്ല, അങ്ങനത്തെ അല്ല കഥ. അപ്പോൾ ഇത് കഥ എന്താ അറിയോ, നമ്മളെ കമ്പൗണ്ട് കെട്ടുന്നുണ്ടായിരുന്നില്ലേ, ഇപ്പം കെട്ടിയിട്ടെല്ലാം എന്തെല്ലാം മാഷാഅല്ലാ ഫിനിഷായി പണിയല്ലോ. ഇതപ്പോൾ കെട്ടുമ്പോൾ എടുത്ത വീഡിയോ കഴിഞ്ഞു. അപ്പോൾ ഞാൻ എങ്ങനെ വീഡിയോ എടുത്തിട്ടായില്ല, പിന്നെ വെറുതെ കളയണ്ടാലോ എന്നിട്ട് ഇട്ടതാന്ന് പറഞ്ഞാൽ. നമ്മളെ വർക്ക് ഏരിയൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കമ്പൗണ്ട് ഉണ്ടായിരുന്നത്. അതിങ്ങനെ ഫ്രണ്ടിൽ പോയിട്ട് ഇങ്ങനെ മേക്കലോട്ടേക്ക് പോകും. അത് മറ്റേ പണ്ടത്തെ കാട്ടുകല്ലിന് ഞാൻ അന്ന് വീഡിയോ ചെലുത്തേ, കാട്ടുകല്ലിന് പണ്ട് 100 കൊല്ലം അപ്പുറം കെട്ടിയ വരെയെന്ന് തോന്നുന്നു. ആളെ നമുക്കിങ്ങനെ ആ കമ്പൗണ്ടിൻ്റെ സൈഡ് നിൽക്കാൻ തന്നെ പേടിയാന്ന്, ഒരു പാമ്പ് അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും വരുമോ എന്നിട്ട് അങ്ങനെ അതെല്ലാം ഒന്ന് മാറ്റി നല്ല വൃത്തിയാക്കാൻ നിലയിട്ടില്ലേ. ഇപ്പോൾ നമ്മ എൻ്റെ പണി തുടങ്ങിയതാന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇച്ചാൻ്റെ കമ്പൗണ്ട് നമ്മൾ ഇങ്ങനെ ടച്ചായിട്ട് തന്നെ ഉള്ളത്, അത് 2-4 എടുക്കണം പണി, വേറെ എടുത്തെങ്കിൽ ഒരു നേരാവല. അങ്ങനെ നമ്മളതും റെഡിയാക്കി ഇച്ചാനതും റെഡിയാക്കുക എന്നുള്ളതാന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ JCB വന്നിട്ട് നോക്കി, ഈ മരമല്ലേ എത്രയോ കൊല്ലങ്ങളായിട്ടുള്ള മരമല്ലേ, JCB വന്ന് ഒരു തോണ്ടൽ തോണ്ടി ഒന്തിരപ്പുറം കൊണ്ടിട്ട് എന്ത് പണിയില്ല. ഇപ്പോഴത്തെ എല്ലാവരും കണ്ടുപിടുത്തല്ല. ഇങ്ങനെ നോക്കി നിന്നെങ്കിൽ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കിപ്പോവും. പക്ഷെ അങ്ങനെ നോക്കിയാൽ തന്നെ നോക്കിയിട്ടേക്കാൻ നമുക്ക് ടൈമില്ല. കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്, കുറേ ഓർഡറുണ്ട്, പണിയുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം ഉണ്ട്. അങ്ങനെ അതിൻ്റെ പണിയാടെ നടന്നുകൊണ്ടുണ്ട്, JCBൻ്റെ പണിയുടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടുണ്ട്. അപ്പോൾ നമ്മളെ പണി നമ്മളുടെ തകൃതിയായിട്ട് നടത്താം. അപ്പോൾ ലാസ്റ്റ് ഫിനിഷ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ കാണിക്കാം, ഞാൻ കമ്പൗണ്ട് കെട്ടിയതിൻ്റെ. അപ്പോൾ ഇപ്പോൾ ഇല്ലേ നമുക്ക് ഏകദേശം ഞാൻ രാവിലെയാണ് വീഡിയോ എടുത്തത്. പിന്നെ ഇപ്പോൾ നമുക്കൊരു 10-11 മണിയാകുമ്പോൾ കുറച്ച് അപ്പങ്ങളെല്ലാം കൊടുക്കാനുണ്ട്. കുറേ ഉണ്ടായിട്ടില്ല. ഉന്നക്കായ, കട്ട്ലൈറ്റ്, കിളിക്കൂട്, അട്ടിപ്പത്തിരി, പിന്നെ എന്ത് പണ്ടെങ്കിൽ അങ്ങനെല്ലാം കൊടുക്കാനുണ്ടായി. അപ്പോൾ ഇതെല്ലാം കൊടുത്തിട്ടായിട്ടില്ലേ, പിന്നെ വേറെ ഓർഡറും കാര്യങ്ങളൊന്നുമില്ല. പിള്ളേരെ സ്കൂള് ഉണ്ടായിട്ടാന്ന് തോന്നുന്നു, പിള്ളേരെല്ലാം ഉണ്ട്. കുറേ സായി എടുത്തിട്ട് അപ്പോൾ ഒരു മനസ്സിൻ്റെ ഉള്ളിലേക്ക് എന്തോ ഒരു കിരക്കര ഒരു ബോറടിക്കുന്നവരെന്തോ പോലെയാണ്. അപ്പോൾ ഞാൻ കാസർഗോഡിൽ നമുക്കൊന്ന് ബീച്ചിൻ്റെ അടുത്തെല്ലാം ഒന്ന് പോയിട്ട് വെറുതെ ഇരുന്നിട്ടല്ലേ വരാമെന്നൊരു കിരക്കരാകുമ്പോഴല്ലേ മെയിൻ്റെല്ലാം ഒന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാം പോയിട്ടിരുന്നെങ്കിൽ ഒരു എന്തോ ഒരു സമാധാനം പോലെയാണ്. അങ്ങനെ ചെല്ലിയിട്ടെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കിത് കൊടുത്തിട്ട് എല്ലാം സെറ്റായിട്ടാണ് പോകണമെങ്കിൽ. അങ്ങനെ ഞാൻ ഓരോ ബാച്ചായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പങ്ങളെല്ലാം ചുട്ടിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കസ്റ്റമർ വരുന്നിട്ട് വിളിച്ച് പറഞ്ഞിന്, അങ്ങനെ ഞാനെല്ലാം ഫുള്ള് ബോക്സ് ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാം ഇതെടുത്തെങ്കിൽ ഉള്ള ആകെ ഒരു സ്മെല്ല് വരുന്നതാണ്. ഞാൻ നല്ലൊരു ഫ്രഷ് സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഊതെല്ലാം കത്തിച്ചിട്ട് വെക്കുന്നുണ്ട്. ഇത് നല്ല ഓരോന്നിൻ്റെ ഒരു ഫ്ലേവർ അല്ലേ. ഇതിപ്പോൾ ഞാൻ ഉംറയെന്ന് വെയിറ്റ് വരുമ്പോൾ കൊണ്ട് ഞാൻ നല്ല ഉണ്ട് അതിൻ്റെ ഒരു മണം. അതിങ്ങനെ പിന്നെ ഉള്ളാകെ കത്തിച്ചെങ്കിൽ എന്തോ ഒരു വേറെ തന്നെ ഒരു ഇതാണ്. അങ്ങനെ അപ്പോൾ അതെല്ലാം അതിന് ശേഷം പിന്നെ നമ്മൾ പുറത്ത് പോയിട്ട് ഏകദേശം ഇതൊരില്ലേ ഒരു ഏത് ടൈം അല്ലെങ്കിൽ ഒരു 11-12 ആ ഒരു ടൈമാണ്. പക്ഷെ നല്ല മഴ വരുന്നുണ്ടായി പുറത്ത്. അതുകൊണ്ട് തന്നെ ഇല്ലേ കാണുമ്പോൾ ഒരു രാവിലെ പോലത്തെ ഒരു ഫീലാണ്, നല്ല ക്ലൈമറ്റ്. ഞാൻ എന്തായാലും തന്നെ പോകാന്ന്. അപ്പോൾ ഇതിങ്ങനെ ഈ നെൽപ്പാടം ഈ പാടല്ലേ ഇങ്ങനത്തെ എല്ലാം കാണുമ്പോൾ എന്തോ ഒരു ഇഷ്ടമാണ് എനിക്കറിഞ്ഞാൽ. ഞാനിങ്ങനെ അങ്ങനെ നോക്കിയിട്ട് മെല്ലെ പോകുന്നുണ്ട്. ഞാൻ ഇതോടെ നിന്നുണ്ട് സ്പീഡ് പോകണ്ട, മെല്ലെ പോകും. നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കിക്കൊണ്ട് പോയിട്ട് ബീച്ച് കാണുമ്പോൾ എൻ്റെ പടിയായില്ലേ അങ്ങനെ ആയിട്ടുണ്ട്. നല്ലോണം മഴ 2-3 ദിവസം അതിൻ്റെ ഇടയ്ക്ക് കുറേ ദിവസം ഇങ്ങനെ മഴ വന്നിട്ടില്ലേ, സ്കൂളിൽ ലീവെല്ലാം ഉണ്ടായി. അപ്പാന്ന് പോയത്, ബീച്ച് കണ്ടതിൽ തന്നെ ഞാൻ പൊടിച്ചുപോയി.
അങ്ങനെ തിരമറിയുന്നുണ്ട്. പക്ഷെ നമ്മൾ അടുത്തൊന്നും പോയിട്ടില്ല, ഇങ്ങനെ ദൂരെ നിന്നിട്ടൊന്ന് നോക്കിയിട്ട് കുറച്ച് നേരമല്ല കുറച്ച് കൂടുതൽ നേരം തന്നെ ഉണ്ടായിരുന്നു അവിടെ. ഇങ്ങനെ ആ കടൽ നോക്കി നിൽക്കാനൊരു പാങ്ങൻ അറിഞ്ഞാൽ ഞാനെടുത്ത് പോകുമ്പോൾ തന്നെ ചെല്ലി ഞങ്ങൾക്ക് എന്തോ ഒരു മനസ്സിലേക്ക് ഒരു കിരക്കര ഒരു എന്തോ പോലാന്ന്. ഞാൻ ബീച്ചിൻ്റെ അടുത്ത് പോയിട്ട് ഒറ്റയ്ക്കിരിക്കുന്നു കുറേ നേരം, ആരാണ് വിളിക്കണ്ട ഇരുന്നിട്ട് കുറേ നേരം എൻ്റെ വിളിയുമ്പോൾ ഞാൻ വരുന്നല്ല ചെലറ്റില് പ്ലാൻ ആക്കിയിട്ട് ഓരോരോ നേരത്തെ അങ്ങനെയല്ലേ നമുക്ക് എന്തോ ഒരു മനസ്സിലേക്ക് ഒരു ബേജാറാ ഒരു ടെൻഷനാ എന്തെങ്കിലും വന്നെങ്കിൽ ഒരു ആരോട് മുണ്ടാനാ അവിടെ പോവാനാ ആരോട് ഒരു ഇങ്ങനെ ഇതാക്കാനാ ഒരു എന്തിനൊരു മൂടുണ്ടാകുന്നില്ലല്ലോ. അങ്ങനത്തെ ഒരു ഡേയാണ് ഞങ്ങൾക്ക്. പിന്നെ ഞാനൊരു 2-3 ദിവസം പിന്നെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും അങ്ങനെ ഒരു മനസ്സിലേക്ക്. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ അതെങ്ങനെ ഇങ്ങനെ ആയിരിക്കും പൊട്ടിപ്പോന്നിട്ട് പൊട്ടെങ്കിൽ പിന്നെ അത് പോവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ വരും. അങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷന്. അങ്ങനെ ഞാൻ കുറേ നേരം ഉണ്ടായി, ഏകദേശം ഒരു 1-1.5 മണി 2 മണീൻ്റെ ആ ഒരു ടൈം വരെ നമ്മുടെ ഇങ്ങനെ ബീച്ചിൻ്റെ അടുത്ത് വെറുതെ ഇന്ന് ഓർഡറൊന്നും ഉണ്ടായിട്ടുള്ളതിനെ രാവിലെ കൊടുത്ത് പിന്നെ പൊളമാർക്ക് സ്കൂൾ മദ്രസ ഒന്നുമില്ല, പോയിട്ട് വലിയ തിരക്കൊന്നുമില്ല. അപ്പം മെല്ലെ ആടിപ്പാടിയിൽ പോകാന്നില്ലേ ഇങ്ങനെ ഇരുന്നതാണ്. പുള്ളറോടല്ലേ ഞാനുള്ള ഭാഗത്ത് നിങ്ങൾ വരുന്നത്, നിങ്ങൾ പറപ്പോ ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കട്ടെ. അങ്ങനെ അസ്ത്ര വണ്ടിയിലുണ്ട്, ട്രെയിനെല്ലാം അപ്പുറത്തെല്ലാം പോകുന്നുണ്ട്, ഇപ്പുറത്തെല്ലാം ബീച്ച് നല്ല വാങ്ങലിങ്ങനെ അട്ടടിക്കുന്നുണ്ട് അറിഞ്ഞാൽ വെള്ളം ഭയങ്കരത്തിലുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ എൻ്റെ പേടിയാണ്. ഞാൻ വിചാരിക്കുന്നതെന്ന് ഇവിടെയുള്ള ഈ പെരക്കാറിൽ എങ്ങനെ രാത്രി പേടിച്ചിട്ട് ഉറങ്ങുന്നതല്ലേ, നമുക്കിതിങ്ങനെ എപ്പോഴെങ്കിലും കാണുമ്പോൾ എന്തോ ഒരു ഇതുപോലെ അത്ഭുതം പോലെ ആണ്. അങ്ങനെ എന്നിട്ടില്ലേ പൊയ്യലെല്ലാം കളിച്ചിട്ടായിട്ട് അതിൻ്റെ കാലെല്ലാം കച്ചറായിട്ട് എങ്ങനെയും വണ്ടിയിൽ കയറുന്നില്ല, കച്ചറുണ്ട് കാലിലിട്ട്. അങ്ങനെ അടുത്തുള്ള പേർക്ക് പോയിട്ട് ഒരു ബാത്റൂമിലെല്ലാം പോയിട്ട് ഫ്രഷ് ആയിട്ട് വന്നതിന് ശേഷം കാലെല്ലാം കയറ്റാന്ന് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ അടുത്തവരോട് കുറച്ച് വിഷയം പറഞ്ഞിട്ടല്ല ആയിട്ടില്ല ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നല്ല വെള്ളം ഉണ്ടല്ലേ എങ്ങനെ പേടിയാന്നില്ല രാത്രിയെല്ലാം വരുന്നത്. ഫസ്റ്റ് പേടിയൊക്കെ മകളെ ഞാൻ പാട്. ഇപ്പോൾ പക്ഷേ അത് ഭേദമായി എന്നിട്ട് തവക്കലത്തെല്ലാം ഉറങ്ങുന്നല്ലിട്ട് അതെല്ലാം വിഷയം പറഞ്ഞ് പിന്നെ അവിടെ വന്നതാണ്. പിന്നെ ഞമ്മ നേരെ പോയിട്ടില്ലേ എന്നിട്ട് പോയില്ല, നേരെ തമറിലേക്ക് പോയി. തമറിൽ പോയിട്ട് നല്ല അടുത്ത ഫുഡ് നാടൻ ചോറില്ലേ, നാടൻ ചോറും മീൻ ഫ്രൈയും എല്ലാം കഴിച്ചിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെ അടുക്ക് പോയ നേരെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി തിരിഞ്ഞിട്ടെല്ലാം ആയിട്ട് ഏകദേശം ഒരു വൈകുന്നേരം രാത്രി എന്തോ അതിന് പൊരുക്കെത്തുമ്പോഴേക്ക് ഓരോരോ ദിവസം ഇങ്ങനെ എന്തിനൊരു മൂടില്ല എടുക്കാനും ഇതാക്കാനെന്തോ ഉള്ള ഓർഡറിനെ ക്യാൻസലാക്കും. പിന്നെ ഓർഡർ എടുക്കുന്ന വേണ്ടപ്പ ഒന്നും വേണ്ടപ്പ അങ്ങനത്തെ ഒരു എന്തെല്ലോ വരും. അപ്പോൾ നമ്മൾ ഓരോന്നല്ല നമ്മൾ മൈൻഡിലേക്ക് കയറുന്നത് ഇങ്ങനെ. ഈ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞാൽ ഇത് മാത്രം ഇന്നലെ തന്ന വീഡിയോ അല്ല, കുറേ സായി എടുത്ത് വെച്ചിട്ട് അപ്ലോഡ് ആക്കണം ഇങ്ങനെ വെച്ചിട്ടുണ്ടായി. അപ്പോൾ കുറേശ്ശെ വെച്ചിട്ടാകുമ്പോൾ ഫോണും ഹാങ് ആയിട്ട് പോകുന്നു. കുറച്ച് വീഡിയോസിൻ്റെ ഉള്ളതായിട്ടാകുമ്പോഴേക്ക് അതിനിപ്പോൾ ഞാൻ എന്താക്കി ഒരുമാതിരിയുള്ള വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആക്കിയിട്ട് ലാസ്റ്റ് കുറച്ചുള്ളതിനെ നിങ്ങൾ കാണിച്ചിട്ട് ബാക്കി നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് റെസിപ്പീസ് അങ്ങനെ എല്ലാം ആയിട്ട് വരാവേ. അപ്പം ഞാൻ എൻ്റെ വിശേഷങ്ങളെല്ലാം കുറേ പറഞ്ഞു, ഇനി നിങ്ങളെ വിശേഷങ്ങളെല്ലാം പറയാവേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊരു ലൈവ് വരണം, ഒരു ഗിവ് വെക്കണം, പിന്നെ അങ്ങനത്തെ എല്ലാം പ്ലാൻ ഉണ്ട് ഇൻഷാ അല്ലാഹ്. സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ട് വരുമ്പോൾ ഓരോന്നാക്കണമെന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഒന്ന് മൈൻഡെല്ലാം ഒന്ന് സെറ്റായിട്ട് നമുക്കെല്ലാം അടിപൊളിയാക്കിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാം. എന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കും വേണ്ടപ്പോൾ ആ വീഡിയോ നിർത്താം, വേണ്ട മതിയെന്ന്. പിന്നെ ഞാൻ ഇരിക്കും ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ആക്കിയതല്ലേ നിർത്തണ്ടായിരിക്കട്ടെ മുന്നോട്ട് പോകാന്നില്ലേ. ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് റെസിപ്പി എല്ലാം എടുത്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ആക്കാൻ കഴിയുമ്പോൾ അസ്രു ഇങ്ങനെ വീൽ ചെയറിൽ പോകുന്നതാണ്. അപ്പോൾ ഉള്ള മൂടെല്ലാം പോകുന്നു. അപ്പോൾ എനിക്കത് വേണ്ട, ഇനി വീഡിയോസും വേണ്ട, അതും വേണ്ട, ഇതും വേണ്ട, എന്തും വേണ്ട അല്ലേ. എന്താ നമ്മൾ ആ എഡിറ്റ് ആക്കുന്ന മൂഡും വോയിസ് കൊടുക്കുന്ന മൂഡും എല്ലാം പോകുന്നു. ഓരോരിക്കും ഇങ്ങനെ ഓരോരു ഭ്രാന്ത് ചെല്ലിട്ട് പോണില്ല. അങ്ങനെ ഞാൻ ഇപ്പോൾ എന്തെല്ലോ പൊട്ടത്തിലും പറയുന്ന എന്തോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ രാത്രിയാണ് ഞാൻ വന്നെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കാനൊന്നും തോന്നിട്ടില്ല. ഇന്ന് ഫുള്ള് ഫ്രൂട്ട്സ് എല്ലാം കട്ടാക്കിയിട്ടില്ലേ പാപ്പാവും മക്കളും നമ്മളെല്ലാവരും ഫ്രൂട്ട്സാണ് ഇന്ന് കഴിച്ചത് രാത്രി. ഞാൻ എല്ലാവരോടും എനിക്ക് ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ എന്തൊരു മൂടില്ല, നിങ്ങൾ ഈ ഉള്ളതിനെ കഴിച്ചിട്ട് സെറ്റാക്കുന്നില്ല, എല്ലാത്തിനും ഫ്രൂട്ട്സ് കട്ടാക്കിയിട്ട് കൊടുത്തിട്ട് സെറ്റാക്കി. അങ്ങനെ പിറ്റേ ദിവസം നല്ല മഴ, രാവിലെ മുതലേ മഴയുണ്ട്. സ്കൂളും മദ്രസൊന്നും ഇല്ലാതെ കലക്ടർ ലീവെല്ലാം കൊടുത്ത അപ്പോഴത്തെ ഒരു വീഡിയോയാണിത്. അപ്പോഴേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നനിയത്തിയും മക്കളും സർപ്രൈസായിട്ട് വരുന്ന പ്രതീക്ഷിക്കാണ്ട് അങ്ങനെ അമ്മ വന്നിട്ട് കഥ പറഞ്ഞിട്ടെല്ലാം അതിന് ശേഷമുള്ള ഒരു വൈകുന്നേരം ആ ഒരു ടൈമിന് വന്നിന്. അപ്പോൾ രാത്രി
രാത്രിക്ക് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലാക്കണ്ടേ. അങ്ങനെ ഞാൻ എന്താക്കി, നെയ്പ്പത്തിരിയും ചിക്കൻ പെപ്പർ ചിക്കനോ ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പെപ്പർ ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഈ നെയ്പ്പത്തിലില്ലേ, നമ്മൾ പച്ചരിയും തേങ്ങാവും ജീരകവും പിന്നെ എന്താ കുറച്ച് ഉള്ളിയെല്ലാം ഇട്ടിട്ട് അരച്ചത് അങ്ങനെ ഫൈനായിട്ടല്ല, തരിപ്പോടെ അരച്ചിട്ടെടുത്തിട്ട് അതിന് ശേഷമില്ലേ അതിലേക്ക് നമ്മൾ പെരുംജീരകം കുറച്ച് ഉള്ളി നല്ല ബാണങ്കട ആവശ്യമൊന്നുമില്ല, ഇട്ടെങ്കിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരുന്നു. അതാണെന്ന് പറഞ്ഞാൽ പെരുംജീരകവും ചെറിയ ജീരകവും കറുത്തുള്ള വെളുത്തുള്ള ഞാൻ മിക്സ് ആക്കിയിട്ട് തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കറുത്തുള്ള മാത്രം ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ബണ്ണെല്ലാക്കുന്നെങ്കിൽ വെളുത്തുള്ള ഓരോർക്ക് ആവശ്യം വരുന്നു. റെസിപ്പി ആക്കടോല് കൊണ്ടുവന്നത് ഇതുവരെ റെസിപ്പി നിങ്ങൾക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടാ അങ്ങനെ. അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ അതിലേക്ക് മൈദപ്പൊടിയാ അരിപ്പൊടിയാ എന്തോ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ഓർമ്മയില്ല, ഏതിട്ടെങ്കിലും പ്രശ്നമില്ല. മൈദപ്പൊടി വേണമെങ്കിൽ അതിടാം, തരി വേണമെങ്കിൽ അതിടാം, ഗോതമ്പൊടി വേണമെങ്കിൽ അതിടാം, അല്ലെങ്കിൽ അരിപ്പൊടി വേണമെങ്കിലും ഇടാം. അതവിടെ കുഴച്ചിട്ടില്ല, ഞാൻ അനിയത്തിൻ്റെ ചൂടാൻ കൊടുത്ത് ഇപ്പുറത്ത് അനിയത്തി നെയ്പ്പത്തിരി ചുട്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ കറിക്കുള്ളത് സെറ്റാക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഉപ്പും പെപ്പറും മിക്സ് ആക്കിയിട്ടില്ലേ ഒരിത്തിരി തൈരും കൂടി കൂട്ടി കൊടുത്തിട്ട് എന്നിട്ട് നല്ല ഭാഗങ്ങളിൽ മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം ഇല്ലേ ഒരു ഫ്രൈ പാൻ വെച്ചിന് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ മിക്സ് ആക്കിയിട്ട് വെച്ച ഈ ബാറ്ററില്ലേ ഉപ്പും പെപ്പറും ഇട്ടിട്ട് വെച്ച് ചിക്കന് അത് ഈ ചൂടായ ഓയിലേക്ക് ഇട്ടിട്ടില്ലേ ഒന്ന് നല്ല ഗോൾഡൻ കളറാകുമ്പോൾ തിരിച്ചിട്ട് മറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതവിടെ റെഡിയാകുന്ന ടൈമിൽ ഇപ്പുറത്ത് അനിയത്തിതാണ് ഇപ്പുറത്തെല്ലാം റെഡിയാക്കുന്നുണ്ട്. ഞാനിപ്പുറത്ത് ചിക്കൻ കറീനൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതിലേക്കും വേണ്ടിയിട്ട് കറിവേപ്പ്, ഉള്ളി, തക്കാളി എല്ലാം എടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറാകുമ്പോഴേക്ക് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് വെച്ച ചിക്കനില്ലേ അതും കൂട്ടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്താ പൊടി ഐറ്റംസ് നോക്കാം. മഞ്ഞൾ, ചിക്കൻ മസാല, ഗരം മസാല, പിന്നെ നമ്മളെ പെപ്പർ കൂടുതൽ തന്നെയാണോ ഇതിൽ നമ്മളിത് ചിക്കൻ പെപ്പറല്ലേ മെയിനായിട്ടുള്ളത്, അതുകൊണ്ട് പെപ്പർ ഇട്ടിട്ട് അതിന് ശേഷം നല്ല ഭാഗം മിക്സ് ആക്കി കൊടുത്തിട്ടായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതെന്താണെന്ന് ചോദിച്ചെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് 3 അരക്കുന്നതിനെയാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഒരു നേരം ചോദിക്കുന്നുണ്ടായിനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്തെന്ന്. അങ്ങനെ അപ്പോൾ അത് ഇട്ടിട്ട് അതല്ലേ നമുക്ക് എത്ര വേണം കൂടെ എരിവിനനുസരിച്ചിട്ട്. ഒരാൾക്ക് എരിവ് ഇഷ്ടമില്ല, കുറച്ചല്ല, ഒരാൾക്ക് ഭയങ്കര എരിവ് ഇഷ്ടം, അങ്ങനല്ലേ. അപ്പോൾ എരിവ് ഇഷ്ടമുള്ളവർക്ക് 2-3 സ്പൂൺ ഇടാം, ഇഷ്ടമില്ലാത്തവർക്ക് ഒരു ഇത്തിരി 1-1.5 സ്പൂൺ ഇട്ടാൽ മതി. അങ്ങനെ എല്ലാം ഇട്ടിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂട്ടി കൊടുത്തിന്. വെള്ളമെല്ലാം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കൂട്ടും. ഇപ്പോൾ നെയ്ച്ചോറും കറിയെല്ലാം ആക്കുന്ന ഒരു ഇത്തിരി കൂടുതൽ വെള്ളം കൂട്ടാം. ഇപ്പോൾ ഞാൻ നെയ്പ്പത്തിലല്ലേ അതിനുകൊണ്ട് കുറച്ചൊരു ഗ്രേവി അത്ര മതി. എന്നിട്ട് ഇങ്ങനെ ഒരു കുറുകിയ പോലെ ആക്കിയിട്ടുണ്ട്. അതിന് ഫൈനലായിട്ട് മല്ലിച്ചപ്പൊട്ടിട്ടായിട്ട് നല്ല ഭാഗം തിളപ്പിച്ചിട്ട് കിച്ചാൽ മതി. നല്ല അടിപൊളി ചിക്കൻ പെപ്പർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ പുളമാറൽ വെയിറ്റിങ്ങിലാണ്. എല്ലാം സ്മെല്ലടിച്ചിട്ടില്ലേ, TV നോക്കുന്നതായിരുന്നു ഫോൺ നോക്കുന്നതായിരുന്നു വരുന്നുണ്ട് എന്ത് സ്പെഷ്യൽ എന്നിട്ട്. അങ്ങനെ മാഷാഅള്ള നല്ല അടിപൊളി നെയ്പ്പത്തിരിയും ചിക്കൻ കറിയും റെഡി. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ആക്കി നോക്കണം ഈ റെസിപ്പി. അങ്ങനെ പുള്ളമാരെല്ലാം എല്ലാവരും ഒരുമാതിരി കഴിച്ചു, പിന്നെ നമ്മളും കഴിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിറ്റേ ദിവസം എന്തോ ഒരു ബീഫിൻ്റെ കുറച്ച് 1 kg ബീഫ് കൊടുക്കാണ്ടായിരുന്നു ഗൾഫിലേക്കുള്ള. അങ്ങനെ അവർക്ക് ബീഫ് പെപ്പർ വേണമെന്നിട്ട് ബീഫ് കറി എല്ലാം റെഡിയാക്കിയിട്ട് അതെല്ലാം കൊടുത്തതിന് ശേഷം ഇല്ലേ പിന്നെ അനിയത്തി ബ്രൗണീൻ്റെ ഭയങ്കര സ്പെഷ്യലിസ്റ്റാണ്. അങ്ങനെ അനിയത്തി വന്ന പിള്ളേർക്ക് ഒന്നും കഴിയാല ആൻറ്റി ബ്രൗണി ഹെൽത്ത്. അങ്ങനെ അവൾ നല്ല ഭാഗങ്ങൾ ബീറ്റെല്ലാം ആക്കിയിട്ടില്ലേ അടിപൊളി ബ്രൗണി എല്ലാം ആക്കിന്. അങ്ങനെ എല്ലാവരും ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണവേ. പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം മസ്റ്റാണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്കും വേണം, കമൻറ്റും ഇടണം. കമൻറ്റിൻ്റെ റിപ്ലൈ എല്ലാം തരുമ്പോൾ എന്തോ ഒരു സമാധാനം മനസ്സിന്. പിന്നെ ഞാൻ എപ്പോഴും ഒരു കമൻറ്റ് റിപ്ലൈ ആക്കുന്ന ഒരാളുണ്ട്, ഞാൻ എപ്പോഴും നോട്ടാക്കലുണ്ട്. ഉനൈഷ അബീബ് എന്ന് പറയടി. നല്ല വാങ്ങണ്ട കമൻറ്റ് വായിക്കാൻ. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ നോക്കാവേ. നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ എല്ലാ വീഡിയോസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെറുപറ കമൻറ്റ് ഇട്ട് നോക്കിയാൽ ഓക്കെ. ബൈ, അസ്സലാമു അലൈക്കും.